മെയ് ദിനം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്തിനു വേണ്ടിയായിരുന്നു ആ പോരാട്ടങ്ങൾ? 14-15 മണിക്കൂറുകളൊക്കെ പണി എടുത്തിട്ടുള്ള തൊഴിലാളികൾ, അവർ 8 മണിക്കൂർ അവർക്ക് അവരുടേതായ കാര്യങ്ങൾക്ക് 8 മണിക്കൂർ ഉറങ്ങാനും ഒക്കെ സമയം ആവശ്യമാണ്, അതേപോലെ തന്നെ തുല്യവേതനം ആവശ്യമാണ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഷിക്കാഗോയിൽ നടത്തിയ മാർച്ച് ഒരു സമര പരമ്പരയായിരുന്നു. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മെയ് ദിനം ഉണ്ടായതും പാരീസിൽ വെച്ച് മെയ് ദിനമായി മെയ് 1 ആചരിക്കണം എന്നാവശ്യപ്പെട്ടതൊക്കെ. അപ്പൊ ആ ചരിത്രം നമുക്കൊന്ന് നോക്കിയാലോ. ഇന്ന് രാജ്യാന്തര തൊഴിലാളി ദിനമാണ്. വർഗബോധവും ആത്മാഭിമാനവും ഉള്ളവരായി ലോകത്തെ തൊഴിലാളി വർഗം ഉയർത്തെഴുന്നേറ്റിന്റെ ഓർമ്മകൾ അല്ലെ? അതെ, ഓർമ്മയുണർത്തുന്ന ഈ ദിവസം മെയ് ദിനം എന്ന പേരിലാണ് ലോകമെമ്പാടും തന്നെ ആചരിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും മെയ് ദിനാശംസകൾ നേർന്നുകൊണ്ട് ആ റിപ്പോർട്ടിലേക്ക് നമുക്കൊന്ന് പോകാം. സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് ശക്തരാകുവിൻ. 1886 മെയ് 1 8 മണിക്കൂർ ജോലിയും വിശ്രമവും ആവശ്യപ്പെട്ട് അമേരിക്കയിൽ 3 ലക്ഷത്തോളം തൊഴിലാളികൾ പണിമുടക്കി. തുടർന്ന് മെയ് 4 ഷിക്കാഗോ നഗരത്തിലെ ഹെയ് മാർക്കറ്റ് ചത്തുരത്തിൽ സമാധാനപരമായി പ്രകടനം നടത്തിയിരുന്ന തൊഴിലാളികൾക്ക് നേരെയുണ്ടായ ബോംബാക്രമണത്തിലും പോലീസ് വെടിവയ്പിലും നിരവധി പേർ കൊല്ലപ്പെട്ടു. തൊഴിലിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്നതിനും ജീവിത സാഹചര്യം നേടുന്നതിനുമായി നടത്തിയ പോരാട്ടത്തിലുണ്ടായ ആ ജീവത്യാഗത്തിന്റെ സ്മരണയ്ക്കായി 1890 മുതലാണ് അന്താരാഷ്ട്ര തൊഴിലാളി ദിനം ഔദ്യോഗികമായി ആചരിക്കാൻ തുടങ്ങിയത്. പട്ടിണിയുടെ തടവുകാരൻ നിങ്ങൾ ഉണരുവിൻ, ഭൂമിയിലെ പീഡിതരെ നിങ്ങൾ ഉണരുവിൻ, ഉണരുവിൻ. തൊഴിലവകാശങ്ങൾ നേടുന്നതിനപ്പുറം കർഷകർ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുമായി കൈകോർത്ത് പുത്തനൊരു ഉണർവിലേക്ക് സംഘടിത തൊഴിലാളി വർഗം ഉയർത്തെഴുന്നേറ്റത് ആ പോരാട്ടത്തിലൂടെയായിരുന്നു. സാമൂഹ്യ വ്യവസ്ഥയെയും ഭരണക്രമത്തെയും തന്നെ മാറ്റിമറിക്കാൻ കഴിയും വിധമുള്ള ശക്തിയായി തൊഴിലാളി വർഗം പിന്നീട് മാറി. എന്നാൽ മാറിയ ലോകക്രമത്തിൽ മുതലാളിത്ത ശക്തികൾ അധീശത്വം നേടുകയും തൊഴിലാളി വർഗ രാഷ്ട്രീയം ശോഷിക്കുകയും ചെയ്തിരിക്കുന്നു. മനുഷ്യനും പ്രകൃതിക്കും മേൽ ചൂഷക ശക്തികൾ സർവാധികാരം സ്ഥാപിക്കുന്നതിന് അത് അവസരമൊരുക്കി. മെച്ചപ്പെട്ട വേതനവും 8 മണിക്കൂർ ജോലി സമയവും സുരക്ഷിതമായ തൊഴിലിടങ്ങളും ജീവനക്കാരുടെ അവകാശമാണെന്ന് ഈ പുതിയ കാലത്തും നമുക്ക് ഓർമ്മിക്കേണ്ടതായി വരുന്നു. കൂടുതൽ നീതിപൂർവകമായ ലോകം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ സർവ്വരാജ്യ തൊഴിലാളികൾ വീണ്ടും ഒരുമിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ തൊഴിലാളികൾക്കും 24ന്റെ മെയ് ദിനാശംസകൾ. സർവരാജ്യ തൊഴിലാളികളുടെ ഉടൽ പിറപ്പുകൾ. റിസർച്ച് ഡെസ്ക് 24. സമരസഖാക്കളേ.